ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് ഓൺലൈൻ ബൈക്ക് ടാക്സി സർവീസുകൾക്ക് നിയന്ത്രണം കടുപ്പിച്ച് മോട്ടോർ വാഹന വകുപ്പ്. സ്വകാര്യ രജിസ്ട്രേഷനിലുള്ള ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിച്ച് യാത്രക്കാരെ കയറ്റുന്നത് നിയമവിരുദ്ധമാണെന്ന് MVD വ്യക്തമാക്കി. റാപ്പിഡോ, ഊബർ പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സർവീസ് നടത്തുന്ന എല്ലാ ബൈക്കുകളും ഉടൻ ടാക്സി ബൈക്ക് വിഭാഗത്തിലേക്ക് മാറ്റണമെന്ന് കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കമ്പനികളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് MVD നിലപാട് വ്യക്തമാക്കിയത്. ഇനി അധിക സമയം അനുവദിക്കില്ലെന്നും നിയമലംഘനം കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. ടാക്സി വിഭാഗത്തിലേക്ക് മാറ്റാൻ അപേക്ഷിക്കുന്ന ബൈക്കുകൾക്ക് 2 ദിവസത്തിനകം പരിശോധന പൂർത്തിയാക്കി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുമെന്നും MVD അറിയിച്ചു. കുറഞ്ഞ നിരക്കിലും വേഗത്തിലുള്ള യാത്രാ സൗകര്യവും കാരണം നഗരങ്ങളിൽ ബൈക്ക് ടാക്സികൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. എന്നാൽ സ്വകാര്യ വാഹനങ്ങളെ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയനുകൾ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതിനു പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇടപെടൽ ശക്തമാക്കിയത്. സ്വകാര്യ ബൈക്കുകൾ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന ശ്രദ്ധയിൽപ്പെട്ടാൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും തുടർ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് MVD വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. SSLC ഫലം പ്രഖ്യാപനത്തിന് അനിശ്ചിതത്വം. പുതിയ സർക്കാർ അധികാരമേൽക്കാത്ത സാഹചര്യത്തിൽ മെയ് 15-ന് ഫലം പ്രഖ്യാപിക്കുമോ എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. സംസ്ഥാനത്തെ SSLC പരീക്ഷാ പ്രഖ്യാപനത്തിൽ അവ്യക്തത തുടരുന്നു. നേരത്തെ പ്രഖ്യാപിച്ച ഷെഡ്യൂൾ പ്രകാരം മെയ് 15-നാണ് ഫലം പ്രസിദ്ധീകരിക്കേണ്ടത്. മൂല്യനിർണ്ണയവും അനുബന്ധ നടപടികളും പൂർത്തിയായ സാഹചര്യത്തിൽ പരീക്ഷാ ബോർഡ് ബുധനാഴ്ച യോഗം ചേരും. ഫലത്തിന് അന്തിമ രൂപം നൽകുമെങ്കിലും പ്രഖ്യാപനം നിശ്ചയിച്ച തീയതിയിൽ തന്നെയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. പരീക്ഷാ ബോർഡ് യോഗത്തിന് ശേഷം ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ 1 ദിവസം കൂടി ആവശ്യമായതിനാലാണ് യോഗം ബുധനാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. പതിവ് ക്രമീകരണങ്ങൾ അനുസരിച്ച് വെള്ളിയാഴ്ച ഫലപ്രഖ്യാപനത്തിനുള്ള തയ്യാറെടുപ്പുകൾ പരീക്ഷാ ഭവൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്നാൽ പുതിയ സർക്കാർ അധികാരമേൽക്കാത്തതിനാൽ ഫലം ആര് പ്രഖ്യാപിക്കുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. 2021-ൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയായിരുന്നു ഫലം പ്രഖ്യാപിച്ചത്. ഇത്തവണയും അതേ മാതൃക പിന്തുടരുമോ എന്ന കാര്യത്തിൽ ഉദ്യോഗസ്ഥർ വ്യക്തത നൽകിയിട്ടില്ല. പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി K. വാസുകി ലോക് ഭവനിലേക്ക് സ്ഥലം മാറിയതോടെ ഷർമിള മേരി ജോസഫിനാണ് സെക്രട്ടറിയുടെ ചുമതല. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ NSK ഉമേഷും നിലവിലുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം സെക്രട്ടറിയും ഡയറക്ടറും ചേർന്ന് ഫലപ്രഖ്യാപനത്തിൽ തീരുമാനമെടുക്കാനാണ് സാധ്യത. ഇതിനിടെ CBSE ഉൾപ്പെടെയുള്ള കേന്ദ്ര ബോർഡുകൾ ഇതിനകം പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പിൽ വീണ്ടും വീടുകൾ കൈമാറി. വിവിധ ക്ലസ്റ്ററുകളിലായി 40 വീടുകൾ കൂടി ഗുണഭോക്താക്കൾക്ക് നൽകിയതോടെ കൈമാറിയ ആകെ വീടുകളുടെ എണ്ണം 123ആയി. മുണ്ടക്കൈ ചൂരൽമല ടൗൺഷിപ്പിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. സോൺ 1-ലെ G ക്ലസ്റ്ററിലെ 14 വീടുകളും H ക്ലസ്റ്ററിലെ 10 വീടുകളും B ക്ലസ്റ്ററിലെ 10 വീടുകളും സോൺ 3-ലെ G ക്ലസ്റ്ററിലെ 5 വീടുകളും ഉൾപ്പെടെ 40 വീടുകളാണ് തിങ്കളാഴ്ച ഗുണഭോക്താക്കൾക്ക് കൈമാറിയത്. രാവിലെയും ഉച്ചയ്ക്കുമായി സോൺ അടിസ്ഥാനത്തിൽ വീടുകളുടെ കൈമാറ്റം നടന്നു. ഇതോടെ ഇതുവരെ കൈമാറിയ വീടുകളുടെ എണ്ണം 123ആയി ഉയർന്നു. ആദ്യഘട്ടത്തിൽ ഫേസ് 1-ലെ 178 കുടുംബങ്ങൾക്കാണ് വീടുകൾ അനുവദിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള വീടുകളുടെ കൈമാറ്റം അടുത്ത ദിവസങ്ങളിൽ പൂർത്തിയാക്കും. കിഫ്കോൺ ഊരാളുങ്കൽ കോഓപ്പറേറ്റീവ് കോൺട്രാക്ട് സൊസൈറ്റി, ULCCS അധികൃതർ, ഗുണഭോക്താക്കൾ എന്നിവരുടെ നേതൃത്വത്തിൽ സംയുക്ത പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് വീടുകൾ കൈമാറുന്നത്. വീടുകളിൽ എപ്പോൾ വേണമെങ്കിലും താമസം ആരംഭിക്കാമെന്നും താമസത്തിനായി എത്തുമ്പോൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി താക്കോൽ കൈമാറുമെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം 178 കുടുംബങ്ങളും ഒരുമിച്ച് ഗൃഹപ്രവേശനം നടത്താനാണ് അതിജീവിതരുടെ തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.